നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ച 10 കോടി രൂപ നഷ്ടമായത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ. പത്ത് ദിവസം നീണ്ടുനിന്ന് ഗുരുവായൂർ ക്ഷേത്രോത്സവം ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ സമാപിച്ചു. ആയിരങ്ങളാണ് ഭഗവാന്റെ ആറാട്ടിനും കൊടിയിറക്കത്തിനും സാക്ഷ്യം വഹിച്ചത്. വാഹനാപകടങ്ങൾ. പഴഞ്ഞി പെങ്ങാമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കടവല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ച 10 കോടി രൂപ നഷ്ടമായത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ. പൂക്കോട് മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സംഭരണ ടാങ്ക് സമയബന്ധിതമായി നിർമ്മിക്കാൻ കഴിയാത്തതാണ് 10 കോടി രൂപ നഷ്ടപ്പെടാനിടയാക്കിയത്. ഫണ്ട് നഷ്ടപ്പെടാൻ കാരണക്കാരായവർക്ക് നേരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഭരണപക്ഷ കൌൺസിലർമാരും ഇതിനെ ന്യായീകരിച്ചു. ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും വീണ്ടും അപേക്ഷ നൽകുന്ന മുറയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നും പ്രതിപക്ഷ കൌൺസിലർ AS മനോജ് പറഞ്ഞു. പദ്ധതി പൂർത്തീകരണത്തിനായി ശ്രമിക്കുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകി. ഇതിനായി അമൃത മിഷൻ ഡയറക്ടർക്ക് കത്ത് നൽകാനും കൌൺസിൽ തീരുമാനിച്ചു. കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന 5 വാർഡുകളിലെ 2000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന അമൃത് 24x7 പദ്ധതിക്ക് 10.5 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. അമൃത് ഗാർഹിക കുടിവെള്ള പദ്ധതിയിൽ കൂടുതൽ വീടുകൾക്ക് കണക്ഷൻ നൽകാനും തീരുമാനിച്ചു. നിലവിൽ 4300 പേർക്കാണ് കണക്ഷൻ നൽകിയിട്ടുള്ളത്. അപേക്ഷ നൽകിയിട്ടും കണക്ഷൻ ലഭിക്കാത്ത 1000ഓളം പേരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കും. ഇതിനായി 1 കോടി രൂപ നഗരസഭ അധികം നൽകാനും കൌൺസിൽ തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലിൽ സംസാരിക്കണമെങ്കിൽ മൈക്കിന് മുന്നിൽ കൌൺസിലർമാർക്ക് നടുവളയ്ക്കണം. ഇങ്ങനെ പോയാൽ 5 വർഷം കഴിയുമ്പോഴേക്കും കൌൺസിലർമാരുടെ നടുവളയുമെന്ന് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്. 5 കൊല്ലം കഴിഞ്ഞാൽ നട്ടെല്ല് വളഞ്ഞ 46 കൌൺസിലർമാരെ കാണാൻ അവിടെ. കൌൺസിൽ ഹാളിൽ പുതിയതായി സ്ഥാപിച്ച മൈക്ക് സംവിധാനമാണ് കൌൺസിലർമാർക്ക് വലിയൊരു നടുവേദനയായി മാറുന്നത്. നേരത്തെ കൌൺസിൽ ഹാളിൽ കോഡ്ലെസ് മൈക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മൈക്കുകളുടെ എണ്ണക്കുറവും അവയുടെ പ്രവർത്തനത്തിലെ തകരാറും നിരന്തരം പരാതികൾക്കിടയാക്കിയിരുന്നു. ഇതിന് പരിഹാരമായാണ് 46 കൌൺസിലർമാർക്കും ഇരിപ്പിടത്തിൽ തന്നെ പ്രത്യേക മൈക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഈ മൈക്കുകൾ ഇരുന്ന് സംസാരിക്കാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൌൺസിൽ മര്യാദയനുസരിച്ച് സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മൈക്ക് വളരെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ സംസാരിക്കണമെങ്കിൽ കൌൺസിലർമാർക്ക് നടുവളയ്ക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ മൈക്ക് സെറ്റ് കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കേണ്ട അവസ്ഥയുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ 5 വർഷം കഴിയുമ്പോഴേക്കും കൌൺസിലർമാരുടെ നടുവളയും എന്നാണ് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് കൌൺസിൽ യോഗത്തിൽ പരിഹാസത്തോടെ ഉന്നയിച്ചത്. മൈക്ക് സിസ്റ്റം സ്ഥാപിച്ചതിലെ അശാസ്ത്രീയതയാണ് ഈ ബുദ്ധിമുട്ടിന് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൌൺസിലർമാർക്ക് എഴുന്നേറ്റ് നിന്ന് ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കാൻ പാകത്തിൽ മൈക്ക് സംവിധാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹം നഗരസഭയോട് ആവശ്യപ്പെട്ടു. പരിഹരിക്കാമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉറപ്പു നൽകി. പഴഞ്ഞി പെങ്ങാമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. പുത്തൻപള്ളി സ്വദേശി 21 വയസ്സുള്ള ഗോകുൽ, 24 വയസ്സുള്ള ഗോൽകുമാർ, 48 വയസ്സുള്ള സുധാകരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ചിറക്കൽ ഭാഗത്തു നിന്ന് പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപത്തെ തിരിവിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികരായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകരും ചിറക്കൽ EMS ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളും ഭാഗികമായി തകർന്നു. കടവല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കരിക്കാട് സ്വദേശികളായ ഷെഫീഖ്, ഷെജീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 7:45ഓടെ കടവല്ലൂർ പാടത്തിന് സമീപമായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട മാരുതി നെക്സ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി റോഡിൽ തലകീഴായി മറിഞ്ഞു.
അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ പോയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. കാറിൽ ഉണ്ടായിരുന്ന ഷെഫീഖിനെയും ഷജീറിനെയും ഉടൻ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി. നിർത്താതെ പോയ ലോറിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാതിവഴിയിൽ നിലച്ചുപോയ തിപ്പിലശ്ശേരി പള്ളിക്കുളം റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. നിർമ്മാണ പുരോഗതി സ്ഥലം MLA AC മൊയ്തീൻ സന്ദർശിച്ചു. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹമടക്കം നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. 4 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയെങ്കിലും കലുങ്കുകളുടെ പണി മാത്രമാണ് നടന്നത്. റീബിൽഡ് കേരളം പദ്ധതിയിൽ 2 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ പണി തുടങ്ങിയ സമയത്ത് ജൽജീവൻ പദ്ധതി ജോലികളും ഇതിനായി പൊളിച്ച റോഡ് റീസ്റ്റോർ ചെയ്യാതിരുന്നതുമാണ് നിർമ്മാണം വൈകാൻ കാരണമായി പറയുന്നത്. BMBC നിലവാരത്തിൽ പണിയുന്ന റോഡ് എത്രയും വേഗം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ ശ്രമിക്കുമെന്ന് MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൈജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ സമാപിച്ചു. ആയിരങ്ങളാണ് ഭഗവാന്റെ ആറാട്ടിനും കൊടിയിറക്കത്തിനും സാക്ഷ്യം വഹിച്ചത്. ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിലേക്ക് ചൈതന്യം ആവാഹിച്ചെഴുന്നള്ളിച്ച് കൊടിമരത്തിന് സമീപം സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ വെച്ചതിനു ശേഷം ശാന്തിയേറ്റ് കീഴ്ശാന്തി തിരുവാലൂർ അജിത് നമ്പൂതിരി ദീപാരാധന നടത്തി. തുടർന്ന് ഭഗവാൻ യാത്രാബലിക്കായി പുറപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്കത്തിടമ്പും സ്വർണ്ണക്കോലവും കൊമ്പൻ ദാമോദർദാസ് ശിരസിലേറ്റി. ശാന്തിയേറ്റ് കീഴ്ശാന്തി അജിത് നമ്പൂതിരി ദാമോദർദാസിന്റെ പുറത്ത് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. സിദ്ധാർത്ഥൻ, രവികൃഷ്ണൻ, ഗോപികൃഷ്ണൻ, അക്ഷയ് കൃഷ്ണൻ എന്നിവർ കൂട്ടാനകളായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് യാത്രാബലിക്ക് ഹവിസ്തൂവി മുന്നിൽ നടന്നു. പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാന് വാളും പരിചയുമേന്തിയ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചോറ്റാനിക്കര വിജയൻ, കുനിശ്ശേരി അനിയന്മാരാർ, പരക്കാട് തങ്കപ്പന്മാരാർ, ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭജന എന്നിവ അകമ്പടിയായി. ഭക്തർ നിറപറയും നിലവിളക്കുമായി ഗുരുവായൂരപ്പനെ വരവേറ്റു. എഴുന്നള്ളിപ്പ് വടക്കേനടയിൽ എത്തിയതോടെ പഞ്ചവാദ്യം അവസാനിച്ച് മേളം ആരംഭിച്ചു. തുടർന്ന് അത്താണിക്ക് സമീപം സങ്കടനിവൃത്തി ചടങ്ങ് നടത്തിയ ശേഷം ഭഗവാൻ ഭഗവതിക്കെട്ടിലൂടെ ആറാട്ടുകടവിലെത്തി. ആറാട്ടുകടവിൽ മഞ്ഞൾപ്പൊടി, ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്തു. പുണ്യനദികളെ രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിച്ച് തന്ത്രി, ഓദിക്കന്മാർ, കീഴ്ശാന്തിക്കാർ എന്നിവർ ഭഗവാനോടൊപ്പം സ്നാനം ചെയ്തു. തുടർന്ന് ഭക്തർ ആറാട്ടുകുളിച്ചു. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിലെ വാതിൽമാടത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ പിടിയാന ദേവിയുടെ പുറത്ത് 11 ഓട്ടപ്രദക്ഷിണം നടത്തി. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയിറക്കിയതോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് സെൻട്രൽ GST റേഞ്ച് ഓഫീസും കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റും ചേർന്ന് നടത്തിയ വൈദ്യുതാലങ്കാരം അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്വിച്ച് ഓണും നിർവഹിച്ചു. പടിഞ്ഞാറേ നടയിലെ ഓഫീസ് കെട്ടിടമാണ് വൈദ്യുതാലങ്കാരം നടത്തിയത്. മികച്ച അലങ്കാരം നടത്തിയ സർക്കാർ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ 2ാം സ്ഥാനം നേടി. മികച്ച മാതൃകാരൂപത്തിന് ദേവസ്വത്തിന്റെ പ്രത്യേക ഉപഹാരവും ലഭിച്ചു. കസ്റ്റംസ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ CA തോമസ്, സെൻട്രൽ GST തൃശൂർ ഡിവിഷൻ സൂപ്രണ്ട് MD കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി യുദ്ധത്തിനെതിരെ ജനമനസാക്ഷിയെ ഉണർത്താൻ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി കുന്നംകുളം നഗരസഭ കുടുംബശ്രീ പ്രവർത്തകർ. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CDS 1 ചെയർപേഴ്സൺ ഷൈനി അജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, ആർഷ ജിജു, നഗരസഭാ സെക്രട്ടറി KK മനോജ്, CDS 2 ചെയർപേഴ്സൺ KU ആനി, CDS മെമ്പർമാർ, കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി പേർ തങ്ങളുടെ ഒപ്പിലൂടെ യുദ്ധവിരുദ്ധ സന്ദേശം പകരുന്ന ക്യാമ്പയിനിൽ പങ്കാളികളായി. പുനയൂർ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി നിലവിലെ UDF ഭരണസമിതി ഉപേക്ഷിച്ചു. പകരം പകൽ വീട് നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ശക്തമായ നിയമപോരാട്ടത്തിലൂടെ വിജയിച്ച സന്തോഷം പങ്കുവച്ച നാലകത്ത് ഷെമീറ. പഞ്ചവടിയിലെ സ്വകാര്യ അക്വേറിയം ഉടമ പഞ്ചായത്തിന് നൽകിയ 4 സെന്റ് ഭൂമിയിൽ
ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്ന പേരിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിച്ചിരുന്നു. ഇവിടെ കെട്ടിട നിർമ്മാണത്തിനായി എടുത്ത വലിയ കുഴി പുതിയ ഭരണസമിതി കഴിഞ്ഞ ദിവസം മണ്ണിട്ട് മൂടി. ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. എന്നാൽ ദേശീയപാതയോരത്ത് നിർമ്മിക്കുന്നതിനു പകരം പഞ്ചവടിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ബീച്ച് റോഡിൽ സ്വകാര്യ അക്വേറിയത്തിന് സമീപം എതിർപ്പിനെ വകവയ്ക്കാതെ നിർമ്മിക്കാനാണ് മുൻ പഞ്ചായത്ത് തീരുമാനിച്ചതും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതും. എന്നാൽ അക്വേറിയത്തിന് ഉപയോഗപ്പെടുത്താനാണ് 50 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നത് എന്ന ആക്ഷേപം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ടേക്ക് എ ബ്രേക്കിനായി 4 സെന്റ് ഭൂമി അക്വേറിയം ഉടമകൾ സൗജന്യമായി നൽകിയെന്നാണ് ഇതിനു കാരണം പറഞ്ഞത്. കൂടാതെ തന്റെ വീടിനും ശുദ്ധജല സ്രോതസ്സിനും ഭീഷണിയാണ് എന്നാരോപിച്ച് സമീപവാസിയായ യുവതിയും കോടതിയെ സമീപിച്ചു. കെട്ടിടത്തിലെ 20ഓളം ശുചിമുറികളും സെപ്റ്റിക് ടാങ്കും 2 തവണ നിർമ്മാണം ആരംഭിക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചെങ്കിലും യുവതിയുടെയും UDFന്റെയും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. സ്വകാര്യ സ്ഥാപനത്തിനു വേണ്ടി 1/2 കോടി രൂപ ചെലവിടാനുള്ള നീക്കം എതിർക്കപ്പെടേണ്ടതാണെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും പുതിയ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. ഈ സ്ഥലത്ത് പകൽ വീട് നിർമ്മാണത്തിന് അവസരമൊരുക്കുമെന്നും ഇതിനായി ആദ്യഘട്ടമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്കിന് വേറെ സ്ഥലം കണ്ടെത്തി നിർമ്മിക്കാനുള്ള തീരുമാനവും വന്നതോടെ ആശ്വാസത്തിലായത് ഷമീറയാണ്. 2 വർഷത്തെ ശക്തമായ നിയമ പോരാട്ടത്തിൽ അക്വേറിയത്തിലുണ്ടായിരുന്ന ജോലി പോയെങ്കിലും ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം തടയാൻ കഴിഞ്ഞതിൽ വിജയം കണ്ടെത്തിയ സന്തോഷവും ഷമീറ പങ്കുവച്ചു. ദൂരം വേണമെന്നുള്ളതുണ്ട്. ഡിഫറൻസ് പോലും ഇല്ലാണ്ട് ഈ കുടിവെള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എതിർപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങളായി അങ്ങനെ അന്ന് മടങ്ങിപ്പോയി. താൽക്കാലിക സ്റ്റേ വെച്ചു. സാറായിരുന്നു ആള് പറഞ്ഞു ഇത് താൽക്കാലികം ഞാൻ സ്റ്റേ ചെയ്യണ്, ഇത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് പണിയാണെങ്കിൽ പണിയാം, പക്ഷെ അതിന് ഇവര് പ്രക്ഷോഭമായിട്ട് വരുന്നത് കൊണ്ട് നടക്കില്ല പറഞ്ഞു. അങ്ങനെ വെച്ച് പോയി. പിന്നീട് അവർ പല പ്രാവശ്യം വന്നു, നമ്മളത് തടുക്കണ്ടായി. ഇപ്പൊ അത് ഞങ്ങളെ വാർഡ് മെമ്പർ ഷാനിക്ക് ജയിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഭരണസമിതി ഇത് ക്യാൻസൽ ചെയ്തു. കാരണം അവർക്ക് ന്യായമായിട്ട് തോന്നി, പക്ഷെ പ്രസിഡന്റിന് അതൊരു പണിയണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതിന് നഷ്ടപ്പെട്ടപ്പോ ഞാനും അറിയാൻ അക്കൗണ്ടിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി പിന്നെ തന്നില്ല. കാരണം അവരെ കൊടുത്തതാണല്ലോ 4 സെന്റ് സ്ഥലം. ജോലി കൊടുത്തിട്ട് 2 വർഷമായി. ഈ പ്രശ്നം ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അവര് തെക്കേ പുന്നയൂരിൽ ഓലമേഞ്ഞ വീടിന് തീപിടിച്ചു. വടക്കത്തറയിൽ മണികണ്ഠന്റെ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. മണികണ്ഠനും ഭാര്യയും 2 കുട്ടികളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ സംഭവ സമയം വീട്ടിൽ ആരും ഉണ്ടാകാതിരുന്നത് ആളഭയം ഒഴിവാക്കി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണം വിധേയമാക്കി. വീട്ടുപകരണങ്ങളെല്ലാം കത്തി നശിച്ചു. 1.5 മാസം മുൻപാണ് പുതിയ ഓല ഉപയോഗിച്ച് വീട് മേഞ്ഞത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മണത്തല ബേബി റോഡ് ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായി. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ചാവക്കാട് വെറ്റിനറി ആശുപത്രിക്ക് പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ V മഞ്ജുഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P യതീന്ദ്രദാസ്, ലിഷ മണക്കോട്, KH സലാം, KP രഞ്ജിത് കുമാർ, മുൻ ചെയർപേഴ്സണും കൌൺസിലറുമായ ഷീജ പ്രശാന്ത്, TS സനൂപ് എന്നിവർ സംസാരിച്ചു. സീനിയർ വെറ്റിനറി സർജൻ ശർമിള നന്ദി പറഞ്ഞു. ജനപ്രതിനിധികൾ, കർഷകർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനയുടെ MCFിലേക്കുള്ള കൺവേയർ ബെൽറ്റ് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. നമ്പഴിക്കാടുള്ള MCFിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് കൺവേയർ ബെൽറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK ദാസൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, CDS ചെയർപേഴ്സൺ വിജിത മജ്നു, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മുൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി.
കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഉത്സവാഘോഷത്തിനോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. രണ്ടാം വിളക്ക് ദിവസമായ മാർച്ച് 5 മുതൽ ആരംഭിച്ച പ്രസാദഊട്ടിൽ ഇതുവരെ 1000-ലേറെ പേരാണ് പങ്കെടുത്തത്. ക്ഷേത്രോത്സവം നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും വൈകിട്ട് ലഘുഭക്ഷണവുമാണ് ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തിരുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തവും രുചികരവുമായ ഭക്ഷണമാണ് വിളമ്പുന്നത്. ഒന്നാം വിളക്കിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങിന് ആരംഭം കുറിച്ചിരുന്നു. തട്ടകത്തെ ഭക്തജനങ്ങൾ വഴിപാടായി നൽകിയ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഓരോ ദിവസവും പ്രഭാത ഭക്ഷണത്തിനും പ്രസാദഊട്ടിനും വൈകിട്ടുള്ള ലഘുഭക്ഷണത്തിനും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഊട്ടുശാലയിൽ എത്തിയിരുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ, ക്ഷേത്രപരിസരത്തെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ഭക്ഷണം കഴിക്കാൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദഊട്ടിനെത്തുന്നുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ തട്ടകത്തെ വീടുകളിൽ നിന്നും ജാതിഭേദമില്ലാതെയാണ് ആളുകൾ ഭക്ഷണം കഴിക്കാനെത്തുന്നത്. പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെയാണ് ഭക്തജനങ്ങൾ മടങ്ങുന്നത്. കുടിവെള്ളം, കൃഷി, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി അവതരിപ്പിച്ചു. 50,31,64,723 രൂപ വരവും 49,80,53,963 രൂപ ചിലവും 51,10,17,760 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ ബഡ്ജറ്റ് രേഖ പ്രകാശനം നടത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജീവ് സോമൻ, വി വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ കെ സതീഷ് കുമാർ, ടി എ ആഷിഖ്, കെ വി ഷൈബു, കെ ഗോവിന്ദൻകുട്ടി, എൻ കെ കബീർ, ഷാജി വർഗീസ്, ഫ്രിജോ വടക്കൂട്ട്, എം ബി വിജീഷ്, നീതു പ്രകാശ്, ഷീജ ആനന്ദൻ, മീന ശലമോൻ, ആനി ടീച്ചർ, എം ആർ സജിത, റിജി ജോർജ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഗൈനക്കോളജിസ്റ്റ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും തൃശൂർ DMOയ്ക്കും നിവേദനം നൽകി. SDPI ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് ദിലീപ് അത്താണി, ട്രഷറർ നസീബ് പുന്ന എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. കുറ്റാന്വേഷണ രംഗത്തെ അസാമാന്യ മികവിന് സംസ്ഥാന പോലീസ് മേധാവി നൽകുന്ന ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം 5ാം തവണയും കരസ്ഥമാക്കി സബ് ഇൻസ്പെക്ടർ പി രാഗേഷ്. നിലവിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള നാർക്കോട്ടിക് വിഭാഗം സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് ഇദ്ദേഹം. കരിയറിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള രാഗേഷിനെ തേടി ഇതിനോടകം നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. 2020 രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ, 2010 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ, ഔദ്യോഗിക ജീവിതത്തിൽ 300-ലധികം ഗുഡ് സർവീസ് എൻട്രികളും നേടിയിട്ടുണ്ട്. കുന്നംകുളം ആനായിക്കൽ സ്വദേശിയായ രാഗേഷ് കൃത്യനിഷ്ഠയും മികവുറ്റ അന്വേഷണ രീതികളും കൊണ്ട് സേനയിൽ ഇതിനോടകം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പേരാമംഗലം ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സരിതയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ശ്രീരാഗ്, അനുരാഗ് എന്നിവർ മക്കളാണ്. ഫൈറ്റേഴ്സ് കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് യാത്രയാക്കി. 96 കടലാമ കുഞ്ഞുങ്ങളെയാണ് കടപ്പുറം ഫൈറ്റേഴ്സ് തീരദേശത്ത് നിന്നും കടലിലേക്ക് യാത്രയാക്കിയത്. സജിൻ ആലുങ്ങൽ, KS സത്യൻ, RV വിപിൻ, നസീർ, AC സനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ വർഷം 16 ആമകളുടെ മുട്ടകളാണ് സംരക്ഷിച്ചത്. ഒലിവ് റെഡ് വർഗത്തിൽപ്പെട്ട ഓരോ ആമയും 100-നും 150-നും ഇടയിൽ മുട്ടയിടാറുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ച് 45 മുതൽ 60 ദിവസമാണ് മുട്ട വിരിഞ്ഞിറങ്ങാൻ വേണ്ട സമയം. ധാരാളം വിദേശികളും ആമക്കൂട് തുറക്കാൻ എത്തിയിരുന്നു. കൃഷി ഓഫീസർ അനഘ ഉണ്ണികൃഷ്ണൻ, പൊതുപ്രവർത്തകരായ അൻമോൻ മൂത്തി, KA ജയതിലകൻ, ബാബു ചക്കര, കടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് നിമ്മി എന്നിവർ പങ്കെടുത്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവർട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സാംസ്കാരിക സംഗമം നടത്തി. മുരളി പെരുന്നലി MLA ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ ചക്കനാത്ത് നഗറിൽ നടന്ന ഇഫ്താർ സാംസ്കാരിക സംഗമത്തിൽ KJU മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, PM മൊഹസിൻ, ഫാദർ പ്രദേശ് കല്ലറയ്ക്കൽ, മറ്റ് ജനപ്രതിനിധികളായ KK പ്രകാശൻ, സിന്ധു ശിവദാസ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ TV ഹരിദാസൻ, KV വിനോദൻ, കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം KO ജോസ്, മേഖലാ സെക്രട്ടറി ഔസൽ പാടൂർ തുടങ്ങിയവർ സംസാരിച്ചു. KJU മേഖലാംഗവും കേരള വിഷൻ റിപ്പോർട്ടറുമായ ഷാജു കാരമുക്ക്, വേൾഡ് കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരായ ഗീത അജിതൻ, ഷൈജ രാജു എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി MLA ആദരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായി.
നെല്ല് സംഭരണത്തിലെ ആവർത്തിച്ചുള്ള വീഴ്ച സർക്കാരിന്റെ കാർഷിക ദ്രോഹത്തിന്റെ തെളിവാണെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. കൂറ്റനാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃത്താല മണ്ഡലത്തിലെ പരുതൂരും കപ്പൂരുമൊന്നും ഇപ്പോഴും നെല്ല് സംഭരണം പൂർത്തിയായിട്ടില്ല. എടുത്ത നെല്ലിന് PRS സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നു. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ മറച്ചുപിടിക്കാൻ മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ കപടനാടകം ആടുകയാണ്. ഉൽപാദന ചെലവും 50% ലാഭവും ചേർത്ത് താങ്ങുവില നിശ്ചയിക്കാനുള്ള സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത UDF സർക്കാർ നടപ്പിലാക്കുമെന്നും ബൽറാം പറഞ്ഞു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K വിനോദ്, DCC ഭാരവാഹികളായ PV മുഹമ്മദ് അലി, P ബാലൻ, P മാധവദാസ്, PA വാഹിദ്, P ബാലകൃഷ്ണൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AP ശക്തി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവകയിലെ വിശ്വാസികൾ 14 പള്ളി സന്ദർശനം നടത്തി. 50 നോമ്പിന്റെ നിറവിൽ വികാരി ഫാദർ ഷാജി കൊച്ചുപുരക്കിലിന്റെ നേതൃത്വത്തിലാണ് 14 പള്ളിയിൽ സന്ദർശനം നടത്തിയത്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനം മുതൽ സെന്റ് ജോസഫ് ചർച്ച് മീങ്കുന്നം ഉൾപ്പെടെയുള്ള 14 പള്ളികളാണ് സന്ദർശിച്ചത്. പാല, കാഞ്ഞിരപ്പള്ളി, കോതമംഗലം രൂപതകളിൽ ഉൾപ്പെട്ടവയാണ് ഈ പള്ളികൾ. 400-ലധികം വരുന്ന വിശ്വാസികൾ 8 ബസ്സുകളിലായാണ് യാത്ര നടത്തിയത്. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ യാത്രയിലെ 14 സ്ഥലങ്ങളെ ധ്യാനിച്ച് ഓരോ ദേവാലയത്തിലും കുരിശിന്റെ വഴി പ്രാർത്ഥനയിലും ഓരോ സ്ഥലങ്ങളും ചൊല്ലിയാണ് തീർത്ഥാടന സംഘം മുന്നേറിയത്. അക്കരപ്പള്ളി എന്നറിയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കൈക്കാരന്മാരായ അലക്സ് ചീരൻ, മനീഷ് സുരേഷ്, ജോസി ചുങ്കത്ത്, സോണി തോമസ് എന്നിവർ നേതൃത്വം നൽകി. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ കുന്നംകുളത്ത് സാഹോദര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സന്ദേശവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഒത്തുചേർന്നപ്പോൾ നഗരത്തിന്റെ പൈതൃകമായ ഒത്തൊരുമയുടെ വിളംബരമായി സംഗമം മാറി. അതിന്റെ ഒരു ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ വിരുന്നും സംഘടിപ്പിക്കാൻ സംഘടന മുന്നോട്ട് വന്നത്. നമ്മൾ പല വ്യത്യസ്ത ചിന്താഗതിക്കാരും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരുമായ ആളുകളാണ് പൊതുസമൂഹത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾ. ഒരു പ്രത്യേക സമയങ്ങളിലൊക്കെ അവരെല്ലാം ഒരുമിച്ചിരുത്താൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. നഗരസഭ ടൗൺഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം കഴിക്കുന്നതല്ല, മറിച്ച് വലിയ ജീവികൾക്കിടയിലും നമുക്കിടയിലുള്ള ആഴത്തുള്ള സാഹോദര്യം അത് ആഘോഷിക്കാനാണ്. കുന്നംകുളം എക്കാലത്തും ലോകത്തിന് മാതൃകയായിട്ടുള്ളത് ഇത്തരം സുദൃഢമായ ബന്ധങ്ങളോടെയാണ്. അങ്ങാടിയിൽ ചേർക്കുന്ന പള്ളിയും അമ്പലവും ചർച്ചും ഒരേ താളത്തിൽ സ്പന്ദിക്കുന്ന ഈ നാട്ടിൽ വിശ്വാസങ്ങൾ വ്യത്യസ്തമാകുമ്പോഴും നമ്മുടെ ലക്ഷ്യം ഒന്നാണെന്ന് ഷെയർ ആൻഡ് കെയർ പോലുള്ള കൂട്ടായ്മകൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു. ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, കുന്നംകുളം ടൗൺ സുന്നി ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ വാഫി, വടുതല ബദ്രിയ ജുമാ മസ്ജിദ് ഖത്തീബ് കമാലി സുബൈർ അൻവരി, ആര്യമഹർഷി, കാണിപ്പയൂർ കുടുംബാംഗങ്ങളായ നാരായണൻ നമ്പൂതിരിപ്പാട്, കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ജയശങ്കർ, AM നിതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്തൻ മാസ്റ്റർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്,
CPI സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, RMP ജില്ലാ ട്രഷറർ KA സോമൻ, സംസ്ഥാന മുന്നോക്ക കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ, കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, അമല ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, ബദനി ഗ്രൂപ്പ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI, പ്രവാസി വ്യവസായി ഷാജു സൈമൺ ചീരൻ എന്നിവർ പങ്കെടുത്തു. നിരവധി വ്യാപാരി പ്രമുഖരും വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും സാമൂഹിക പ്രവർത്തകരും ഈ സ്നേഹവിരുന്നിന്റെ ഭാഗമായി. സ്നേഹം കൊണ്ട് കൃത്യമായ ഒഴുക്ക് സ്ഥാപിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ സ്നേഹമയത്തെയും സൗഹൃദമയത്തെയും സ്മരിപ്പിക്കുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ചടങ്ങിൻ്റെ പുനഃസൃഷ്ടിയാണ് കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും നമുക്ക് ഇവിടെ സംഗമിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ നന്മ ഭൂമിയുള്ള കാലത്തോളം പ്രകൃതിയുടെ സൗന്ദര്യം പോലെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും എന്ന് പ്രതീക്ഷിക്കുകയും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. വടക്കേക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മന്ദരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമഗ്ര പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. അഞ്ഞൂർ കത്തോലിക്ക പള്ളിയിൽ നടന്ന ക്യാമ്പ് വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ബ്ലസി പോൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി കോക്കൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. മാർച്ച് 2-ാം തീയതി ക്ഷേത്രം തന്ത്രിയുടെയും ദേശത്തെ തച്ചന്റെയും നേതൃത്വത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങുകളോടെയാണ് ഷഷ്ടി മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ഷിജിൽ മുല്ലശ്ശേരിയുടെയും കാർമ്മികത്വത്തിൽ ഷഷ്ടി മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള പൂജാകർമ്മങ്ങൾ നടന്നു. കൊടിയേറ്റം മുതൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ദീപാരാധനയും ചുറ്റുവിളക്ക് നടന്നു. തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ പാനകപൂജയും കാവടി പൂജയുമുണ്ടായി. ഷഷ്ടി മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ ശൂലാഘോഷവും ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് നടന്നു. ഉച്ചയ്ക്ക് 2-ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ദേശവലത്തുമുണ്ടായി. ഷഷ്ടി മഹോത്സവത്തിനോടനുബന്ധിച്ച് കൊടിയേറ്റം മുതൽ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഷഷ്ടി ദിനത്തിൽ വൈകിട്ട് 5-ന് തായങ്കാവ് രാജന്മാരാരുടെ നേതൃത്വത്തിൽ തായമ്പകയും നടന്നു. വൈകിട്ട് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണക്കാവടികൾ ക്ഷേത്രാങ്കണത്തിലെത്തി സമാപിച്ചു. ക്ഷേത്രം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് KP ഗോപാലൻ, സെക്രട്ടറി KS രമേശ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മന്നലാംകുന്ന് അൽ ഹിക്മ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ഉദ്ബോധനവും ഇഫ്താർ സംഗമവും നടത്തി. മന്നലാംകുന്ന് അൽ ഹിക്മ മസ്ജിദിൽ നടത്തിയ പരിപാടിയിൽ അബ്ദുൾ മജീദ് സലഫി പട്ടാമ്പി ഉദ്ബോധനം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരാലി, മണ്ഡലം പ്രസിഡന്റ് PM ബാദുഷ, സെക്രട്ടറി റഫീഖ് അഗലാട്, ശാഖാ പ്രസിഡന്റ് ഹംസക്കുട്ടി, മസ്ജിദ് പ്രസിഡന്റ് NV അബ്ദുൾ സമദ്, സെക്രട്ടറി ഉസ്മാൻ ബദർപള്ളി, അൽ ഹിക്മ മദ്രസ അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായി. ബക്കർ, അലി, ദാവൂദ്, ഷാഹിദ്, ഇർഫാൻ, അൻഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള മഹിളാ ഫെഡറേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ ദിനാചരണം CMP ജില്ലാ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KK സിന്ധു അധ്യക്ഷനായി. ചടങ്ങിൽ മുതിർന്ന സ്ത്രീകളെ ആദരിച്ചു. CMP കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സുരേഷ്, കേരള മഹിളാ ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി ഓമന വേണുഗോപാൽ, ഏരിയ സെക്രട്ടറി ബിന്ദുമോൾ, കമ്മിറ്റി അംഗം VU വിദ്യ, രഹന ഹരിദാസ്, CMP സംസ്ഥാന കമ്മിറ്റി അംഗം ജയകുമാർ, KSYF ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത്, CDF ജില്ലാ സെക്രട്ടറി സുരേഷ് MD എന്നിവർ സംസാരിച്ചു. കേരള മഹിളാ ഫെഡറേഷൻ ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മോഹിനി പരമൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം അന്നാമ നന്ദിയും പറഞ്ഞു. പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്ക് മൈ ബാങ്ക് മൊബൈൽ ആപ്പ് നെറ്റ് ബാങ്കിംഗ് ആൻഡ് ATMന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PP ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, പ്രവീൺ പ്രസാദ്, മലബാർ കോപ്പറേറ്റീവ് IT സൊസൈറ്റി സെക്രട്ടറി KA ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി AK സതീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ ഭാസ്കരൻ കൊട്ടേപ്പാട്ട്, മുഹമ്മദ് അലി കോറോത്തയിൽ, KP ധർമ്മൻ, യശോധര മോഹനചന്ദ്രൻ, ടിപ്പു സുൽത്താൻ, TK കബീർ, AD പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്തിവരുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കുടുംബസംഗമവും
ശ്രദ്ധേയമായി ചടങ്ങിൽ അർഹതപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണം നടന്നു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചടങ്ങിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷനായി. സൈക്കോളജിസ്റ്റ് നുസ്രത്ത് മാനസികാരോഗ്യവും സന്തോഷകരമായ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. സാമൂഹിക പ്രവർത്തക നസി ഫൈസൽ, കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, വനിതാ വിംഗ് അധ്യക്ഷ സെഫിയ കുഞ്ഞുമുഹമ്മദ്, മനാഫ് വീട്ടിൽ വളപ്പിൽ, സ്റ്റാഫ് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ ഹോമിയോ ഡോക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ മിസ്രിയ, ഷമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. 100-ലധികം രോഗികൾക്ക് എല്ലാ മാസവും പരിശോധനയും മരുന്നും തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. അർഹതപ്പെട്ടവർക്കുള്ള പെരുന്നാൾ കിറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. ഹിന്ദു ഏകതാ സമിതി പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകതാ സമ്മേളനം നടത്തി. പരൂർ ശിവക്ഷേത്രം മൈതാനിയിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിൽ യോഗക്ഷേമ സഭ സംസ്ഥാന IT കോർഡിനേറ്റർ ദിലീപ് കരുവാട് അധ്യക്ഷത വഹിച്ചു. ആത്മീയ പ്രഭാഷകൻ രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദു ഏകതാ സമ്മേളനം രക്ഷാധികാരികളായ TP ഉണ്ണി, TV ജയരാജ്, ഗോപാലസ്വാമി, പരൂർ മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ, മാന്യഘട്ട് സംഘചാലക് PN മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഗോവിന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മേൽശാന്തി ഗോപകുമാർ ഭട്ടതിരി സ്വാഗതവും ഹിന്ദു ഏകതാ സമിതി സംയോജക് KM പ്രകാശൻ നന്ദിയും പറഞ്ഞു. NG വിനികുമാർ, MM നിധിൽ, VK അനൂപ്, വിവേകാനന്ദൻ, ശ്രീനി പരൂർ, പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടിന്റെ ഒത്തൊരുമയും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സഹോദര സമുദായ അംഗങ്ങൾക്കായി ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് മതസൗഹാർദ്ദ സ്നേഹ സംഗമമായി മാറി. ഡയലോഗ് സെന്റർ കേരള പ്രതിനിധി ഡോക്ടർ സക്കീർ ഹുസൈൻ ഇഫ്താർ സന്ദേശം നൽകി സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് P മുനീർ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ പൂങ്കാവനം, പ്രേംരാജ് ഉണ്ടലാത്ത, ഇളയത്ത് മനക്കൽ ദിവാകരൻ നമ്പൂതിരി, മോഹൻ പെരുമ്പിലാവ്, VC ഗീവർഗീസ് എന്നിവർ സംസാരിച്ചു. മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി K അനീസ്, KM അബ്ദുൾ റഹ്മാൻ, ഷാഹിദ് പാലിയത്ത്, MH റഫീഖ് എന്നിവർ നേതൃത്വം നൽകി. പാവർട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സമാദരണവും KG വിഭാഗം കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ KD ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ PF ജോസ് നിർവഹിച്ചു. ജോർജ് ഇമ്മട്ടി ബാലസാഹിത്യ അവാർഡ് നേടിയ അധ്യാപകൻ റാഫി നീലങ്കാവിലിനെയും സംസ്ഥാന കായിക മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ കായിക അധ്യാപകൻ EJ ജോബിയെയും ആദരിച്ചു. മാനേജർ പ്രതിനിധി ഫാദർ പ്രവീൺ പോൾ ഗ്രാജുവേഷൻ സെറിമണി നടത്തി. വാർഡ് മെമ്പർ ധന്യ സിബിൽ, PTA പ്രസിഡന്റ് സിജി ലിജോ, പ്രധാന അധ്യാപിക PP പ്രിൻസി, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് യൂണിറ്റി ആശുപത്രിയും മലയാള മനോരമയും സംയുക്തമായി സംഘടിപ്പിച്ച 1 മാസം നീണ്ടു നിൽക്കുന്ന വനിതാ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. ഡോക്ടർ RM വർമ്മ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ PK വിജയകുമാർ IRS ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ് അധ്യക്ഷത വഹിച്ചു. സ്തനാർബുദത്തെക്കുറിച്ച് സീനിയർ സർജൻ ഡോക്ടർ MA ഷീലയും ഗർഭാശയ ക്യാൻസറിനെക്കുറിച്ച് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു ബാലനും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചടങ്ങിൽ യൂണിറ്റി ആശുപത്രിയുടെ ഡയറക്ടറും ഗൈനക്കോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ കമല M ഉണ്ണി, ഡോക്ടർ ഷീല, ഡോക്ടർ ബിന്ദു ബാലൻ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ബ്രീജകുമാരി, നഴ്സിംഗ് സൂപ്രണ്ട് സുധ, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മേരി ആന്റോ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മനോരമ സർക്കുലേഷൻ മാനേജർ പ്രസൂൺ, സീനിയർ ഡെന്റൽ സർജൻ ഡോക്ടർ B സുശാന്ത്, കസ്റ്റമർ കെയർ മാനേജർ ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,885 രൂപ, പവന് 1,19,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചരമം ചാലിശ്ശേരി ആലങ്ങാടൻ ദേവസി ഭാര്യ ലില്ലി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ബാബു, ഷാജു, ഷീജ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ച 10 കോടി രൂപ നഷ്ടമായത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ.
10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ സമാപിച്ചു. ആയിരങ്ങളാണ് ഭഗവാന്റെ ആറാട്ടിനും കൊടിയിറക്കത്തിനും സാക്ഷ്യം വഹിച്ചത്. വാഹനാപകടങ്ങൾ. പഴഞ്ഞി പെങ്ങാമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കടവല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.